സിനിമാ നിർമ്മാതാവും വ്യവസായിയുമായ മുരളി കുന്നംപുറമാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. 2 ദിവസമായി മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മുരളി കുന്നംപുറത്തിനെ സംബന്ധിച്ച വാർത്തകളും പിന്നീട് അതിൻ്റെ ആരോപണം ഉന്നയിക്കപ്പെട്ടവർ നടത്തിയ വാർത്താ സമ്മേളനവുമെല്ലാം നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങളിൽ താങ്കളുടെ വീഡിയോയും അതിൻ്റെ വാർത്തകളും ഒക്കെയാണ് വരുന്നത്. ഇന്നിപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കപ്പെട്ട അഭിലാഷ് പിള്ളയും മറ്റുള്ളവരും വാർത്താ സമ്മേളനം നടത്തി. അതിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് കണ്ടിരുന്നു. ഞാൻ പറയട്ടെ, എനിക്ക് പേഴ്സണലി എനിക്ക് അഭിലാഷ് പിള്ളയോടോ വിഷ്ണുവിനോടോ ഒന്നും ദേഷ്യമല്ല. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ ഈ സിനിമയിൽ അവരെന്നെ ഇങ്ങനെ ചെയ്തു. അത് ചെയ്തു എന്ന് പറഞ്ഞ സത്യം. അഭിലാഷ് പിള്ള പറഞ്ഞു 3 കോടി റുപ്യ ഷൂട്ടിങ്ങിന് മുന്നേ എൻ്റെ അക്കൗണ്ടിൽ വന്നിരുന്നു. എൻ്റെ അക്കൗണ്ട് നിങ്ങൾ പരിശോധിച്ചോ. ഇതാ, എങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് പരിശോധിച്ചോളൂ. ഷൂട്ടിങ്ങിന് മുന്നേ അല്ല, ഞാനിത് കൃത്യമായ കണക്ക് പറഞ്ഞുതരാം, നിങ്ങളോട് പറഞ്ഞുതരാം. ഇതൊന്ന് സൂം ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് എടുത്തോ ഈ കണക്ക്. ഇത് സ്റ്റേറ്റ്മെന്റ് ആണോ? അല്ല, ഇത് പ്ലോട്ട് പിക്ചേഴ്സ് നമുക്ക് തന്ന പൈസയാണ്. പ്ലോട്ട് പിക്ചേഴ്സ് നമുക്ക് 1 കോടി റുപ്യ തന്നിട്ടുണ്ട്. 23 ജൂലൈ 2024. അതായത് 1,58,488 റുപ്യ. 1 കോടി നമുക്ക് ഷൂട്ടിങ്ങിന് മുന്നേ. 3 കോടിയല്ല, 1 കോടി. പിന്നെ ഇതിലൊരു കമ്പനിക്ക് നമ്മൾ അത് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ആ കമ്മീഷൻ കൊടുത്ത കമ്പനീൻ്റെ പേര് ഇൻഡിവുഡ്. അതായത് അവർ 2 കോടി അഗ്രിമെൻ്റ് ആക്കിയിനി. ലാസ്റ്റ് നമ്മൾ 1.5 കോടിക്ക് അത് നമ്മൾ സെറ്റിൽ ചെയ്തു. കാരണം നമുക്ക് പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് 1 കോടി റുപ്യ മാത്രമേ അവർ ഈ ജൂലൈയിൽ കിട്ടിയിട്ട്, അതായത് പിന്നെ നമ്മൾ നവംബറിലാണ് ഷൂട്ട് കൊടുക്കുന്നത്. ജൂലൈ മാസം 1 കോടി രൂപ തന്നിട്ടുണ്ടായിരുന്നു. അത് വളരെ സത്യമാണ്. പക്ഷേ 3 കോടി എന്ന് പറഞ്ഞ സംഭവം അഭിലാഷ് പിള്ള തെളിയിക്കണം. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഒരിക്കലുമില്ല, കമ്പനി അക്കൗണ്ടിലേ ഉള്ളൂ. കമ്പനിയെ കുറിച്ച് അഭിലാഷ് പിള്ള പറയണം. പിന്നെ ഈ ഇന്ത്യ വിടുന്ന കമ്പനിക്ക് നമ്മൾ ഫുൾ പൈസ കിട്ടില്ല, നമ്മൾ കമ്മീഷൻ കൊടുക്കും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് അവർക്ക് 6,30,000 രൂപ കമ്മീഷൻ കൊടുത്തതാ. ഇതൊന്ന് സൂം ചെയ്തോളൂ. ഇന്ത്യ വിട്ട് നല്ല സിൻസിയർ, വളരെ സിൻസിയർ ശ്യാമം, നമ്മളിവിടെ വളരെ ആത്മാർത്ഥമായിരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ അവർക്ക് ഇത്രയും നേരത്തെ പൈസ കൊണ്ട് അവർക്ക് ഫുൾ പൈസ കിട്ടുന്നതിന് മുന്നേ ഞാൻ പാർട്ട് പേയ്മെൻറ്റ് ഇട്ടുകൊണ്ട് ഞാൻ അവർ ഫുൾ കമ്മീഷൻ കൊടുത്തു. അവർ വളരെ ആത്മാർത്ഥമായി നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്കാരാണ്. പിന്നെ ഇതിൽ എനിക്ക് പ്രത്യേകം നന്ദി, നമ്മളെ ഇത് VFX ചെയ്ത അവർക്കൊക്കെ നമ്മൾ എൻ്റെ കൂടെ പൈസ കൊടുക്കാനുണ്ട്. അവർക്കൊക്കെ പൈസ കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ഈ സിനിമ സംബന്ധിച്ച് പൈസ കൊടുക്കാനുണ്ട്. അതിൽ മറ്റൊരു കാര്യം അവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, ഇതിന്റെ ഈ ചിലവുകൾ ഇത്ര വരും, ബഡ്ജറ്റ് ഇത്രയാണെന്ന് നേരത്തെ മുരളിയേട്ടൻ അറിയാമായിരുന്നു. മാത്രമല്ല ഈ മുരളിയേട്ടൻ അങ്ങോട്ട് പോയി അവരെ സമീപിച്ചാണ്. ഞാൻ ഞാനിനി പറയുന്നില്ല. അങ്ങോട്ട് പോയി സമീപിച്ചു, ഇങ്ങോട്ട് പോയി സമീപിച്ചു. അത് എനിക്കും അവർക്കും എൻ്റെ കൂടെ സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്, എനിക്കും സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്. രണ്ടുപേർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. മാളികപ്പുറത്തിന് ഹിറ്റ് സിനിമ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഹിറ്റ് സിനിമ മാളികപ്പുറത്തിൻ്റെ 100 കോടിയില്ല, 75 കോടി കിട്ടിയിട്ടുള്ളൂ. അത് എന്ത് ശരിക്കും യഥാർത്ഥത്തിൽ ബജറ്റാണ് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത്. അവസാനം പ്രതീക്ഷിക്കാത്ത ബജറ്റ് ഞാൻ കണക്ക് എവിടെയാണ് കൊടുക്കേണ്ടത് അത് ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ കിടക്ക് കംപ്ലീറ്റ് സിനിമ എൻ്റെ അക്കൗണ്ട് 1 മുതൽ 10 A to Z കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അഭിലാഷ് പിള്ള അച്ഛൻ ഹോസ്പിറ്റൽ കിടന്ന സമയത്ത് 3 ലക്ഷം കടം വാങ്ങിയെന്ന്. അതിൻ്റെ ക്ലാരിറ്റി കൂടി ഞാൻ തരാം. എനിക്ക് അഭിലാഷ് പിള്ളയുടെ പേഴ്സണലി ഒരു ദേഷ്യമില്ല, അതേപോലെ ഞാൻ ഒരു കണക്ക് തരാം. അഭിലാഷ് പിള്ള പണം തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ അല്ലേ? അല്ല, അഭിലാഷ് പിള്ള എനിക്ക് അയച്ചത് 2/7/2025 എനിക്ക് അഭിലാഷ് പിള്ള ഇങ്ങോട്ടേക്ക് 3 ലക്ഷം അയക്കുന്നത്. ഞാൻ കൊടുത്തത് എപ്പോഴാ? ഞാൻ അഭിലാഷ് പിള്ളക്ക് 3 ലക്ഷം കൊടുത്തത് ഇതാ 20/11/2024 ഞാൻ 3 ലക്ഷം കൊടുത്തു. തിരിച്ചു കൊടുത്ത പൈസയാണ് കിട്ടിയില്ല. കിട്ടി. അയാളുടെ അച്ഛൻ കടന്ന സമയത്ത് ഞാൻ ദുബായ് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടാനുള്ള പൈസയാണ്. പേഴ്സണലി 3 ലക്ഷം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ സൂചിക്കാൻ എനിക്കറിയില്ല, കിട്ടുന്നില്ല. പക്ഷേ കാണുന്നില്ല, നിങ്ങൾ കാണുന്നില്ല. 3 ലക്ഷം അഭിലാഷ് പിള്ള 20/11/2024 അഭിലാഷ് പിള്ളക്ക് 3 ലക്ഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പൈസയാണ് അയാൾ അച്ഛൻ ഹോസ്പിറ്റൽ. ഞാൻ പോകുന്നത് അഭിലാഷ് ഈ പൈസ എനിക്ക് ഇപ്പോൾ അത്യാവശ്യം തരണം. ഇനി അച്ഛന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയും അറിയിച്ചു തരാം. ഇയാൾ രാത്രി വിളിച്ചിട്ടാണ് പറഞ്ഞത്, എൻ്റെ അമ്മേൻ്റെ മാല പണയം വെച്ചിട്ടാണ് ഞാൻ പൈസ കൊടുക്കുന്നത്. എടാ റെസീറ്റ് എടുത്തേ, ഇന്നത്തെ റെസീറ്റ് എടുക്ക്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇപ്പം. അവർ പറഞ്ഞില്ലേ, ഇതാ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഇന്നലെ കഴുത്തിലൊരു മാലയുണ്ടായിരുന്നു, അത് പണയം വെച്ചു. ഇന്നലത്തെ ചാനലിൽ നോക്കി അത് പണയം വെച്ചു. ജീവിക്കാൻ ഇനി ചിലവിന് മുന്നോട്ട് പൈസ ഇല്ല. ഈ സിനിമയാണോ ഇത്രയും വലിയ ഈ സിനിമ കാരണമാണ് ഞാൻ ഇങ്ങനെയായത്. ഈ സുമതി വെളുകാരനാണ് ഞാൻ ഇങ്ങനെ സാമ്പത്തികം ഞാൻ അടിയിലേക്ക് പോയത്. ഇന്നലെ കഴുത്തൊരു മാലിണ്ട്, നിങ്ങൾ അത് പണയം വെച്ചു. റെസീറ്റ് പണയം വെച്ച റെസീറ്റ് എടുക്കും. അത്ര പോലും ഇപ്പൊ സാമ്പത്തികമായിട്ടുള്ള ഭയങ്കര ബുദ്ധിമുട്ട്. അതൊന്നും ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളിങ്ങനെ ജീവിക്കുമ്പം, പണയം വെച്ചിട്ട് വിറ്റിട്ട് ജീവിക്കുമ്പം ഇവരൊക്കെ
പിന്നെ നമ്മളെ ഒന്ന് മൈൻഡ് ചെയ്യുമോ? നമ്മൾ എനിക്ക് കണക്കില്ല, 22 കോടി 56 ലക്ഷം കണക്ക് ചെയ്തുള്ളൂ. ഞാനത് എവിടെയാണ് തെളിയിക്കേണ്ടത്? അവർ പറഞ്ഞ സ്ഥലത്ത്, അവർ പറഞ്ഞ അക്കൗണ്ട് ചാർട്ടേഡ്, എൻ്റെ ചാർട്ടേഡ് ഇരിക്കട്ടെ, ഞാൻ തെളിയിക്കുന്നത്. ശരിക്കും യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് പ്രൊഫഷണൽ ഇവർക്ക് എങ്ങനെ കണക്കറിയാം? പ്രൊഫഷണൽ അവർ കൂടി ഉണ്ടായ സുജിത്ത് ഉണ്ടായിരുന്നു, ഡ്രീമിംഗ് സുജിത്ത് ഉണ്ടായിരുന്നു, PR പ്രതീക്ഷ ഉണ്ടായിരുന്നു, പിന്നെ രഞ്ജിൻ രാജ്. മ്യൂസിക് 24ൻ്റെ പൈസ കിട്ടിയെന്ന് പറഞ്ഞു. മ്യൂസിക് 24ൻ്റെ പൈസ നമുക്ക് ഫെബ്രുവരി 2024 കിട്ടുന്നത്. ഷൂട്ടിങ് അപ്പോൾ കഴിഞ്ഞു, പകുതി കഴിഞ്ഞു. അന്നാണ് ഈ മ്യൂസിക് ഡയറക്ടർ. അത് രഞ്ജിൻ രാജിലെ മ്യൂസിക് ഡയറക്ടറെ കഴിവുകൊണ്ട് മാത്രം. അയാൾക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അയാൾക്കൊരു ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, അയാൾക്കൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്തിരി പൈസ നമുക്ക് കിട്ടിയത്. അല്ലാണ്ട് അഭിലാഷ് പിള്ളേരെ കണ്ടിട്ടോ വിഷ്ണുവിനെ കണ്ടിട്ടോ അല്ല. അപ്പൊ അവർ പറഞ്ഞാണെങ്കിൽ കുറെ ഇൻവെസ്റ്റേഴ്സിന് അവർ തന്നെയാണ് മുരളിയേട്ടനെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. പക്ഷേ അവർ പരിചയപ്പെടുത്തിയ ഇൻവെസ്റ്റൊന്നും പൈസ ഇട്ടില്ല. ഈ തിങ് സ്റ്റുഡിയോ ഇൻട്രസ്റ്റ് മേടിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, അവരൊരു കാര്യം പറഞ്ഞു, തിങ് സ്റ്റുഡിയോ കോപ്പറേറ്റീവ് വേണ്ട പറഞ്ഞു. അങ്ങനെയല്ല, കിഷോർ എന്നുള്ള ആൾ മുഴുവൻ പടം കണ്ടിട്ട് പടം അയാൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഇതിലില്ല, എൻ്റെ പൈസ കിട്ടിയിട്ട് നിങ്ങൾ പടം ഇറക്കിയാൽ മതി. അങ്ങനെയാണ് സംഭവിച്ചത്. എടാ അതവിടെ റെസിറ്റ് എവിടെ? ഇനി അത് ഒരു മറ്റൊരു കാര്യം, ഒരു ആരോപണം എന്നുള്ള രീതിയിൽ ഒരു പരോക്ഷമായി പറഞ്ഞൊരു കാര്യം, ഈ ഉണ്ണി മുകുന്ദൻ എന്തെങ്കിലും ഇതിനകത്ത് റോളുണ്ടോ? എൻ്റെ ഉണ്ണി മൂന്നൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചു, നിങ്ങൾ വിഷമിക്കേണ്ട, ഈ വീഡിയോ കണ്ട് ഞാൻ സിനിമ ചെയ്യാൻ നിങ്ങളുടെ കൂടെ തയ്യാറാണ്. അല്ലാണ്ട് ആ പുള്ളി വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞില്ല. ഇതൊക്കെ മുന്നേ എന്നോട് ആൾക്കാർ പറഞ്ഞാണ് ഈ ഉണ്ണി മൂന്നനുടെ, അതൊക്കെ വേറെ ആൾക്കാർ പറഞ്ഞാണ്. ഉണ്ണി മൂന്നൻ എന്നോടൊന്നും പറഞ്ഞില്ല. പിന്നെ അപ്പൊ ഇനി എങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള പദ്ധതി എങ്ങനെയാണ്? ഇവരിപ്പോ ഈ ഒരു ഞാൻ പറഞ്ഞേ, ഇനിയിപ്പം ഞാൻ പറഞ്ഞത് ഇതൊന്നും വീട് വെക്കേണ്ടി വരും, വണ്ടി വെക്കേണ്ടി വരും, സ്ഥലം വെക്കേണ്ടി വരും, എല്ലാം വെക്കേണ്ടി വരും. ഞാൻ എങ്ങനെയും മുന്നോട്ട് പോകും. ഞാൻ സിനിമയിലെ ആളുകൾ ആരെങ്കിലും സഹായ വാഗ്ദാനമൊക്കെ ചെയ്തിരുന്നു? വലിയൊരു ഇൻഡസ്ട്രി ആണല്ലോ ഇത്. അത് സിനിമയിൽ ഇന്നിപ്പോൾ സന്ദീപ് സനൻ വിളിച്ചിട്ടായിരുന്നു കുറച്ച് മുന്നേ. എന്നോട് നിങ്ങൾ പേടിക്കണ്ട, വിഷമിക്കാതിരിക്കും, നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാൻ വിളിച്ചിട്ടുണ്ട്. വേണുകുന്നം പുള്ളി സാറിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പടം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, മൂപ്പർ ഇന്നലെ എനിക്ക് അനുകൂലമായിട്ട് പക്ഷേ മൂപ്പർക്കെതിരൊക്കെ എന്തൊക്കെയോ പറഞ്ഞത് എനിക്കറിയില്ല എന്താണ്. ഒരുപാട് ആളുകൾ ഇതുപോലെ സിനിമയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്, ഈ പ്രൊഡ്യൂസർമാരായിട്ട് പലപ്പോൾ. അപ്പോൾ അവർക്ക് എന്താ അറിയില്ല. ഇതിലെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ വിജേഷൊക്കെ അവിടെ വന്നിരുന്ന് എന്ന് പറഞ്ഞില്ലേ, അതിലൊന്നുമില്ല. ഒരു കൊല്ലം പോസ്റ്റ് പ്രൊഡക്ഷൻ 2 ഫ്ലാറ്റിലോ താമസിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കണക്ക് വരുന്നില്ല. അതൊക്കെ ദൈവം കാണും, അവന് ശിക്ഷ ദൈവം കൊടുത്തോളും. അതൊന്നും ഈ വിജേഷിനൊക്കെ ശിക്ഷ ദൈവം കൊടുത്തോളും. അവന് സിനിമ എടുക്കുമെന്നേ ആയിക്കോട്ടെ, അവനൊക്കെ ശിക്ഷ ദൈവം കൊടുത്തോളും. അവൻ പറഞ്ഞില്ലേ, അവനെ കൊണ്ട് ഞാൻ സത്യം തന്നെയാണ്, അവൻ തന്നെയാണ് എഴുതി തന്നത്. അവൻ തന്നെയാണ്. അവൻ പറഞ്ഞു, മുരളിയേട്ടൻ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നത് പോസ്റ്റർ ഇടണമെന്ന്, മുരളിയേട്ടൻ നിങ്ങൾ പോസ്റ്റർ ഇടണം, നിങ്ങൾ പോസ്റ്റർ ഇട്ടാൽ എനിക്കത് എൻ്റെ പ്രൊഡ്യൂസർ കിട്ടുമല്ലോ. അങ്ങനെ പറഞ്ഞിട്ട് അവൻ തന്നെ എഴുതി എത്തിച്ചതാണ്. എനിക്ക് മലയാളം അറിയാം, അല്ലാണ്ട് എനിക്ക് ഈ ഇവരെ എഴുത്തുകാരെ പോലെ കഴിവില്ല. എഴുത്തുകാർ കഴിവിടല്ല, അതുകൊണ്ടാണ് നിങ്ങളുടെ എഴുത്തരം വന്നത്. അത് സത്യം തന്നെയാണ്. അവനോട് എനിക്ക് അനിമാസം ഒരുപാട് എഴുതി തന്നിട്ടുണ്ട്. ശരിക്കും ആ സിനിമയും വലിയ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചു. ഈ നദികളിൽ 2 കോടി, 1 കോടി വിലാസകുമാറിന്. വിലാസകുമാറിൻ്റെ വെച്ചാൽ അമേരിക്കയിൽ വലിയൊരു ബിസിനസ്സായിരുന്നു. അയാൾക്ക് 1 കോടി ഒന്നും പ്രശ്നമില്ല. പക്ഷേ അയാൾക്ക് പ്രശ്നം, പൈസക്ക് പ്രശ്നമില്ല. കാരണം അയാൾ പൈസക്ക് ഒരു വാല്യൂ കാണുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് 1 കോടി പോയി, എനിക്ക് 1 കോടി പോയി. അപ്പോൾ അതൊന്നും നഷ്ടം തന്നെയല്ല. അത് സത്യമൊക്കെ പറയുമ്പോൾ ഇവർക്ക് പിടിക്കുന്നില്ല. അപ്പൊ അതിൽ വെള്ളം സിനിമ മാത്രമാണ്, അത് ആദ്യത്തെ സിനിമ മാത്രമാണ് ഒരു ആദ്യ സിനിമ കൊറോണ ആയതുകൊണ്ട് ചെറിയ നഷ്ടമൊക്കെ സംഭവിച്ചു. പക്ഷേ ആ സിനിമ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടി. എനിക്കും പേഴ്സണലായിട്ട് ഗുണങ്ങൾ കിട്ടി. ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെട്ടു. അതിൽ കൂടി മദ്യപാനം നിർത്തിയിട്ട് ഞാൻ പറയാം. പിന്നെ ഒരു ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ മുരളിയേട്ടൻ കണ്ടിരുന്നോ എന്നറിയില്ല, ആ വീഡിയോ വന്നതിന് ശേഷം ഈ വീണ്ടും മുരളിയേട്ടൻ ഈ മദ്യപാനം തുടങ്ങിയോ എന്നൊക്കെ. അതെ, ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഈ മദ്യപാനം തുടങ്ങിയതുകൊണ്ട് ഞാനിപ്പോൾ ഇന്നിട്ട് ഇങ്ങനെ ഇരിക്കൂല. അല്ല, 1 പെഗോ 2 പെഗോ അടി ഞാനിപ്പോൾ നിങ്ങളെ മുന്നിൽ സംസാരിക്കൂല. ഞാൻ 24 hours മദ്യം അടിക്കും. എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. 24 മണിക്കൂർ ഞാൻ വെള്ളമായിരിക്കും. അങ്ങനെ ഞാൻ വെള്ളം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. യഥാർത്ഥത്തിൽ ആ വീഡിയോന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? വീഡിയോന്റെ കാര്യം സംഭവിച്ചത്, ഞാനത് പിന്നെ അങ്ങനെ വലിയ മാനസിക പ്രയാസം, ഭയങ്കര പ്രശ്ന സമയത്ത് ഞാൻ ഈ കുറച്ച് ഉറക്കുകൂടിയൊക്കെ കഴിച്ച സമയത്ത് എനിക്ക് ഭയങ്കര മാനസിക പ്രശ്നം പോകുന്നു. എനിക്ക് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല, ഡിപ്രഷൻ അടിച്ച് എനിക്ക്. പിന്നെ അത് പറയണം, ഇത് ജനങ്ങൾ അറിയട്ടെ വെച്ച് ഇട്ടു. പക്ഷേ പിന്നെ ഇട്ട സമയത്ത് അപ്പോൾ വേണ്ടപ്പാ, അപ്പോൾ ഡിലീറ്റ് ചെയ്തു. പിന്നെ അത് പോയി സമയത്ത് പിന്നെ സത്യമായിട്ട് പറയണ്ടേ. ഇപ്പോൾ ഒരുപാട് ഈ കടവുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് ഇപ്പം പോലീസ് സ്റ്റേഷനിൽ ഒരു കോംപ്രമൈസ് ആക്കിയിട്ടേ വരുന്നു. ആലക്കുടക്ക് പൈസ കൊടുക്കാനുണ്ട്, അതിന് കോംപ്രമൈസ് ഇപ്പോൾ ആക്കിയിട്ടേ വരുന്നു. ഇപ്പോൾ ഒരുപാടൊക്കെ പൈസ കൊടുക്കാൻ, എൻ്റെ കമ്പനീൻ്റെ പക്ഷേ അനൂപിന് പൈസ കൊടുക്കാനുണ്ട്, പിന്നെ രാകേഷ് മാട്ടുമ്മന് പൈസ കൊടുക്കാനുണ്ട്. ഒരുപാടൊക്കെ ഞാൻ പൈസ കൊടുക്കാനുണ്ട്. പക്ഷേ എല്ലാവരും പൈസ ഞാൻ കൊടുക്കും. പക്ഷേ എനിക്ക് ഒന്ന് ജീവിക്കാനുണ്ട്. എനിക്കൊരു 2-3 മാസം, ഒരു 3-4 മാസം സമയം എനിക്ക് തരണം. ഞാൻ എല്ലാവരുടെ പൈസയും കൊടുക്കും. എനിക്ക് സമയം വേണം. ഈ ബിസിനസ്സിൽ ഇതുപോലെയുള്ള വഞ്ചനയുണ്ടായ എന്തോ വീഡിയോയിൽ പറയുന്നുണ്ട്. സിനിമയല്ലാതെ ബിസിനസ്സിലും കുറേ ബിസിനസ്സിൽ ഒരുപാട് പൈസ പോയി. ദുബായ് എംബസി വഴി ഇപ്പം എനിക്ക് പിന്നെ ഷിജു ജബൽ ജേസിൻ്റെ ഷിജു എന്ന് പറഞ്ഞ കൊല്ലത്തിലെ ആൾക്കാർ എൻ്റെ വല്ല $67,000 ആ പൈസ ഇട്ട് ഞാൻ നേരെ രാകേഷ് മാട്ടുമ്മന് കൊടുക്കും.
പക്ഷെ ആ പൈസ വരുന്നില്ല. പക്ഷേ എംബസി വഴി കേസ് കൊടുക്കാൻ പോകുന്നു. അവർക്ക് ബാന് വരും, അവർ ചെയ്യട്ടെ. ഞാനിനി ഒന്നും നോക്കുന്നില്ല, ഞാനിനി രണ്ടും കൽപ്പിച്ചിറങ്ങുന്നു. എനിക്ക് പൈസ കൊടുക്കാൻ അവർ കൊടുത്തേ പറ്റൂ. കാരണം ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ പുതിയ ആളുകൾ സിനിമയിലേക്ക് നിർമ്മാതാക്കളായി വരുമ്പം അവർ ഇനിയെങ്കിലും ഈ അനുഭവത്തിൽ നിന്ന് എന്ത് പാടാണ്? അവർ ഒറ്റൊരു പാടേ പഠിക്കുന്നുണ്ട്. ഒന്ന്, സിനിമ, പിന്നെ സ്ക്രിപ്റ്റ്, ആരാണ് അഭിനയിക്കുന്നത്, എങ്ങനെയാണ് സിനിമേൻ്റെ സ്ക്രിപ്റ്റ്. അത് ഇപ്പോൾ ഏത് നടന്മാരെ വെച്ചിട്ട് പടം മുന്നോട്ട് പോകും. പക്ഷേ ആ സ്ക്രിപ്റ്റ് കൃത്യമായിട്ട് പഠിക്കണം. കോമഡി കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് കേട്ട് അവർക്ക് പൂർണ്ണ ബോധ്യമാവണം ഇതെങ്ങനെ ഇത് വരും. ശരിക്കും ഇത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സിനിമയിൽ ആ മാളികപ്പുറം വിജയിച്ചത് കൊണ്ട് തന്നെ കൂടുതൽ ഈ സിനിമേന്റെ സുമതി വളവിന്റെ സ്ക്രിപ്റ്റോ അതിലേക്ക് ശരിക്കൊന്നും പോകാതെ ആ ഒരു വിജയത്തിന്റെ ഒരു പ്രതീക്ഷയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ആ മാളികപ്പുറം ഇപ്പോൾ സിനിമ കണ്ടുകൊണ്ട് മാത്രമാണ് ഇതിന് നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ നോക്കിയില്ല സ്ക്രിപ്റ്റ്. കാരണം ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. പക്ഷേ പിന്നെ പടം 15.5 കോടി ബിസിനസ്സാണ്. സത്യം തന്നെയാണ്, 15.5 കോടി ബിസിനസ്സായിട്ടുണ്ട് പടം, അത് ഉറപ്പാണ്. ഇനി സാറ്റലൈറ്റ് പോകാനുണ്ട്, അത് പോയിട്ടില്ല. പക്ഷേ ഒ ടി ടി മാത്രമേ പോയിട്ടു, സാറ്റലൈറ്റ് പോയിട്ടില്ല. സാറ്റലൈറ്റ് പോയിട്ടൊക്കെ അവർ പറയുന്നുണ്ട്. അവർ ഇതിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ 3 ലക്ഷം ഞാൻ കടം കൊടുത്ത വെച്ച് തിരിച്ചു മേടിച്ചതാണ്. അത് അഭിലാഷ് പറഞ്ഞു, എൻ്റെ അച്ഛനെ ഹോസ്പിറ്റലിൽ കൂടെ ഞാൻ പൈസ മേടിച്ചതാണ്, അവനോട് കടം മേടിച്ചതാണ്. അമ്മേ ഇതല്ലേ ഞാൻ കാണിച്ചത്, 20 ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് 3 കോടി സിനിമ തുടങ്ങുന്ന എൻ്റെ അക്കൗണ്ടിൽ വന്നിരുന്നു. ഇതിൻ്റെ ക്ലാരിറ്റി അഭിലാഷ് പിള്ള പറഞ്ഞേ പറ്റൂ എന്നോട്. അഭിലാഷ് പിള്ളേൻ്റെ സ്ട്രെയിറ്റ് എൻ്റെ മുമ്പിൽ വന്നിട്ട് ലൈവായിട്ട് വീഡിയോ ഈ 2 കണക്ക്, ബാക്കിയൊക്കെ അവരെന്തൊക്കെ പറഞ്ഞോട്ടെ, അതൊക്കെ ഞാൻ കണക്ക് തെളിച്ചുള്ള. ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ഗിരീഷ് പിന്നെ കൊടുങ്ങല്ലൂർ ഈ സിനിമേൻ്റെ കൂടെ നിന്നൊരാളാണ്. എന്തുകൊണ്ട് അയാൾ വന്നിരുന്നില്ല? അയാൾ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കൂലേ? എന്തുകൊണ്ട് സുജിത്ത് വന്നിട്ടില്ല? സുജിത്തിന് കണക്കറിയാം, ഇതിന് പൈസ സിനിമ കയ്യിൽ നിന്ന്. എന്തുകൊണ്ട് PR പ്രതീക്ഷ ശേഖർ ഇതിന് പോയിട്ടില്ല? ഞാൻ പ്രതീക്ഷ കണക്കയച്ചു കൊടുത്തു. പ്രതീക്ഷ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഞാൻ പ്രതീക്ഷ അപ്പം കണക്കയച്ചു കൊടുത്തു. പക്ഷേ ഇത്ര പൈസ ചിലവായിട്ടുണ്ട്. അതുപോലെ കുറെ ആളുകൾക്ക് ഇനിയും സിനിമയുമായി ബന്ധപ്പെട്ട ആ സിനിമേന്റെ പിന്നണി പ്രവർത്തിച്ചവർക്കൊക്കെ പൈസ കൊടുക്കാനുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. ഉണ്ട്, കൊടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞില്ല സമ്മതിക്കുന്നില്ല, കൊടുക്കാനുണ്ട്. ഞാൻ ടെക്നീഷ്യന്മാർക്ക് കൊടുക്കാനുണ്ട്, VFXൻ്റെ അവർക്ക് പൈസ കൊടുക്കാനുണ്ട്. VFXൻ്റെ അവനൊക്കെ പാവം എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ പണം റിലീസ് ചെയ്തിട്ട് ചേട്ടൻ ധൈര്യമായി റിലീസ് ചെയ്യാൻ എനിക്ക് അയ്യോ അവരൊക്കെ. പക്ഷേ എനിക്ക് അവരൊക്കെ പൈസ ഞാൻ കൊടുക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാവരുടെ പൈസയും കൊടുക്കും. ഏതായാലും ഈ മുരളി കുന്നുംപുറം നമുക്കറിയാം, വെള്ളം എന്ന് പറയുന്ന ചിത്രം അത് കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കിയ സിനിമയാണ്. അദ്ദേഹം പറയുന്നത് തന്നെ അതിൻ്റെ സിനിമ സാമ്പത്തികം എന്നതിനപ്പുറം അത് ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ സിനിമയാണ്. പിന്നീടുണ്ടായ 2 സിനിമകൾ അത് ജീവിതത്തിൽ സാമ്പത്തികമായി താളം തെറ്റിച്ചു എന്ന് തന്നെയാണ് പറയുന്നത്. വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമുണ്ടായി. അതിൽ 2 കാര്യങ്ങൾ അഭിലാഷ് പിള്ള വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ 2 കാര്യങ്ങളിലാണ് അദ്ദേഹം അതിൻ്റെ തെളിവുകൾ സഹിതം അത് തെറ്റാണ് എന്നിപ്പോൾ പറയുന്നത്. ഏതായാലും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണക്കുകളും കയ്യിലുണ്ട് എന്ന് തന്നെയാണ് മുരളി കുന്നുംപുറം പറയുന്നത്. കണ്ണൂരിൽ നിന്നും മിഥുൻ ചാത്തോത്തിനൊപ്പം M. സന്തോഷ്.